ഹായ് കൂട്ടുകാരെ, ഹായ് ഹായ് ഹായ്. ഇതാണ് കായലെത്തി. ഇനി കായലിറങ്ങി കക്ക പറക്കി എടുത്ത് കൊണ്ടുപോയി അമ്മച്ചിരെ കൊടുത്ത് നല്ല തോരനും വെച്ച് ഇന്ന് അവധി ആയതുകൊണ്ട് ഇന്ന് അടിച്ചു പൊളിക്കാൻ ഞാൻ കായലിലോട്ട് വരികയാണ്. അപ്പം ഇനി കക്ക പറഞ്ഞത് കാണിച്ചു തരാം കേട്ടോ. കായലെത്തി കമ്പൊക്കെ ഇറങ്ങി വേണ്ട, വെള്ളം രാവിലെ പോയി. നമ്മളെ കായലിലെത്തി കണ്ടോ, കായലിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കക്ക വരക്ക് പോകണം. അവിടെയൊക്കെ പോയി ഒരു ലോഡ് കിട്ടും. പക്ഷേ ഇവിടെ ഇത്ര അടുത്തും പിന്നെയും കക്ക ഉണ്ട്. ഇവിടെ ഇത്ര അടുത്ത് കക്ക, നമുക്ക് ഒങ്ങൊന്നും പോകണ്ട. ഇവിടെ ഇത്ര അടുത്ത് കക്ക ഉണ്ട്, അത്ര പറക്കാൻ മതി. നമുക്ക് ആവശ്യത്തിനുള്ള കക്ക ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ പോയി ലോഡ് പറക്കാം കേട്ടോ. അപ്പം കിട്ടുവരെ ഫസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങപ്പോൾ കായലിലോ കടലിലോ ഒക്കെ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ വെള്ളത്തിനൊന്ന് തൊട്ട് തൊഴുവണം. തെങ്ങിലാണ് നമ്മൾ കയറണമെങ്കിൽ നമ്മൾ തെങ്ങിൽ ഇങ്ങനെ തൊട്ട് ഒഴുകും. അത് കണക്ക് തന്നെ നമ്മൾ വെള്ളത്തിൽ വന്നാലും ബക്കറ്റിൽ കോരി വെച്ചാൽ വെള്ളത്തിൽ തൊട്ട് ഒഴുകണ്ട, ഈ കായലിൽ തൊട്ട് വേണം. എന്നിട്ട് നമ്മൾ ഇറങ്ങാവും എവിടെയായാലും കേട്ടോ. പിന്നെ ധൈര്യം വേണം ഇവിടെ ഇറങ്ങണം കേട്ടോ, ധൈര്യം വേണം. എന്നിട്ട് ഇറങ്ങാൻ പോകാവൂ, അല്ലെങ്കിൽ പോകരുത്. എന്താ ഞാൻ കക്ക മൊത്തം വരും. രാവിലെ വന്ന് ഞാൻ ഇവിടെ നീന്തും, ഇടയ്ക്കിടെ കയറി പോണത്. ഇനിയുള്ള വീഡിയോകൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെയ്യണത് എന്താ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് വെച്ചേക്കുന്നത്. ഈ സ്റ്റാൻഡിലാണെന്ന് ഇനി ഇവിടെ നിന്ന് കക്ക വാരി ഇതിൽ നിറയ്ക്കും. ഇത്ര മതി, ഇതിനെ കൊണ്ടുവന്നാൽ മതി. ആദ്യമോ വരുത്, ഇത്ര മതി. കൊണ്ടുപോയാൽ വീട്ടിലൊരു തോരൻ വെച്ച് കഴിക്കാം. ഓക്കെ. അപ്പം കക്ക വന്നതാണ്. ഓക്കെ, പിന്നെ പോയി. ഇനി കക്കമായിട്ട് കാണിച്ചു തരാം. കാണിച്ചതേ നല്ലപോലെ തപ്പിയാൽ മതി. ഇവിടെയും പോണ്ട, ഈ സ്ഥലത്ത് തന്നെ മൊത്തം. ഇവിടെ ഈ നമ്മളെ തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുക കണ്ടോളൂ. നല്ല മണലാണ് ഇവിടെ മൊത്തം. ഇവിടെ ഇത്രയും മണലാണ്, അങ്ങോട്ടൊക്കെ ചെടിയുള്ളു. ഈ മണലുണ്ട് എടുക്കാം. ഇവിടെ കിട്ടി. നല്ല വലിയൊക്കെ ഉണ്ട്, സൈസാണ്. ഇത് നമുക്ക് കുറച്ച് പറക്കിയാൽ മതി. നല്ല സൈസ്, ഏറ്റവും ചെറുതല്ല, നല്ല വലുതാണ്. ഏറ്റവും നമ്മളെ ടിന്നിട്ടാൽ വെള്ളമൊക്കെ പോണ്. പിന്നെ അങ്ങോട്ട് പോയി ഞാൻ ഇപ്പം ടിന്നിട്ട് വരണം. ഇനി നമുക്ക് ഇങ്ങോട്ടും കൂടി ഞാൻ ഇവിടെ മൊത്തം പറക്കിട്ടേ പോകുള്ളൂ. ഇതൊരു വേറൊരു വട്ടമാണ്. എന്ത് മനോഹരമായിരിക്കുന്നുണ്ട, അടിപൊളിയാണ്. ഇതിൽ വളത്തിലൊക്കെ യാത്ര ചെയ്യാൻ. അവിടെ നിന്നാണ് വന്നത്. പിന്നെ അവിടെ കക്ക കുറവ്.
ഇനി ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ നോക്കണം. ഇത്രയും നോക്കും. അങ്ങോട്ടൊന്നും അവിടെയൊക്കെ ഡേഞ്ചറാണ്. ഇവിടെ എല്ലാം നോക്കിയിട്ട് പറയാം. ഓക്കെ, ക്യാമറ അവിടെ വയ്ക്കാം. കുറച്ച് തേട് വാങ്ങി കക്കയിലേ പിടിക്കോളൂ. ഇത്ര കിട്ടിയോളൂ. കക്ക കുറവ്. അവിടെ മൊത്തം തപ്പിയിട്ട് കിട്ടിയില്ല. ഞാൻ ഇത്രയൊക്കെ ഉള്ളു. അപ്പുറം വശം ഈ സ്ഥലം നല്ല കുഴിയാണ്. നമ്മളെ കൈ നിൽക്കില്ല. 5-6 പേര് വേണം. ഒറ്റയ്ക്ക് വരികയല്ലേ. നല്ല കുഴിയാണ്. അവിടെയാണ് കുഴപ്പമില്ല. നമ്മൾ ഇത്രയൊക്കെ ഉള്ളു. എന്തിനു വന്നാലും നമുക്ക് അങ്ങനെ ഉണ്ട്. അതിന് പിടിച്ച് 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 മീൻ പിടിച്ച് എന്താ മീൻ പിടിച്ച് ചൂണ്ടിട്ടാ മീൻ കിട്ടുമെന്ന് ഇത് പറയാണ്. ഇത് കുടുങ്ങണത് എൻ്റെ ക്യാമറയുടെ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ്. കിട്ടി. തേടിനിപ്പം കാണിച്ചു തരാം കേട്ടാ. തേടിനിപ്പം കാണിച്ചു തരാം. വേണ്ട തേട് ചെറിയ തേടാണ്. അല്ലേ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മീൻ കിട്ടിയില്ലെങ്കിൽ തേടിന് ഞാൻ പിടിക്കും. ഒരു 2-3 മതി. പൊരിച്ച് അറിയാം. എന്താ കുറച്ച് കക്ക കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. കക്ക ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കക്കയേ ഉള്ളായിരുന്നു. പിന്നെ ഇതൊരു 3-4 കിട്ടിയാൽ കൊണ്ട് പൊരിച്ച് അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം. അപ്പം ബാക്കി പിടിക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിടിക്കണം. ഇതിൽ രണ്ടാമത്തെയും കെട്ടി. വെത്തി വലുതാണ് കേട്ടോ. സൂപ്പർ. പിടിച്ചിട്ട് ഇങ്ങനെ ഇളകണം. ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചാൽ എവിടെയും കയ്യിലൊന്നും കൊള്ളില്ല. ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാലും മതി. മുള്ളെല്ലാം പലാങ്കിന് ഇങ്ങനെ മാറിപ്പോയാൽ നല്ലൊരു അരച്ച് കയറും കേട്ടോ. അപ്പം രണ്ടാമത്തെ ഇങ്ങനെ കിട്ടണം. കയറ്റി തരും. അത് നല്ലതുപോലെ അരച്ച് കയറും കേട്ടോ. തേനെ പിടിക്കുക ഇങ്ങനെയാണ് പിടിക്കാൻ. പെട്ടെന്ന് കയറി പിടിക്കരുത്. പിടിച്ചാൽ നല്ലതുപോലെ അരച്ച് കയറും. 2 എണ്ണമായി. ഇനി ഇത്രയൊക്കെ ഉള്ളു. ഇതിനുള്ളത് മതി. ഒരു 3-4 കിട്ടിയാൽ നല്ലതുപോലെ പൊരിച്ച് അറിയാം. ഓക്കെ. ഇന്ന് കക്ക തോരനില്ല. ഇന്ന് മീൻ പൊരിച്ച് തിന്നാം. കറി വയ്ക്കാൻ കാണില്ല. കക്ക തോന ഉണ്ടെങ്കിലേ തോനെ മീനെ പിടിച്ച് നമുക്ക് കറി വയ്ക്കാൻ പറ്റുമോ. പുളിയും മുളകും ആണ് വയ്ക്കുന്നത്. പുളിയാണ് ഇത് കൂടുതൽ സൂപ്പറാവുന്നത് കേട്ടോ. നമുക്ക് പൊരിക്കാനേ ഉള്ളു. ഇനി 2 എണ്ണം കൂടെ കിട്ടുമെങ്കിൽ എനിക്ക് ഇന്നത്തായി. ഓക്കെ, ഞാൻ ഇനി പിടിക്കട്ടെ. ബാക്കി പിടിക്കട്ടെ. മൂന്നാമത്തെ മീൻ കിട്ടിയാട്ടാ. മൂന്നാമത്തെ മീൻ കിട്ടി. കക്ക ഒരു ലോഡുണ്ടെങ്കിൽ ഒരു ലോഡ് മീൻ പിടിക്കുക. എൻ്റെ ഇപ്പം കക്ക ഞാൻ കുറച്ചേ ഉള്ളൂ. അവിടെ കക്ക കുറച്ചേ ഉള്ളായിരുന്നു. ഞാൻ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരികയാണ്. മൂന്നാമത്തെ മീനാണ് കയറി വരുന്നത്. എത്ര കക്ക ഉണ്ടോ അത്രയും മീൻ നമുക്ക് തൂക്കാം. മൂന്നാമത്തെ മീൻ ബാക്കി കിടക്കണുണ്ട്. അതിൻ്റെ അടിയിൽ 2 എണ്ണം കിടക്കണം. മൂന്നാമത്തത് കക്ക എത്ര ഉണ്ടോ അത്രയും കക്ക. ഇന്ന് വൈകിട്ട് വരെ ഇരുന്ന് നമുക്ക് ലോഡ് കണക്ക് പിടിക്കാം. നമുക്ക് വേണ്ട ആവശ്യത്തിന് നമ്മളെ കടലിൽ നമ്മളെ കായലിൽ തരും. ആവശ്യത്തിന് പിടിച്ചുകൊണ്ട് പോയി തിന്നുക. ബാക്കി നമ്മളിവിടെ വെച്ചേക്കണം. ഇനി നാളെ മറ്റന്നാൾ ഇനി അവധിയുള്ള സമയത്ത് വന്ന് പിടിക്കണം. ഉണ്ട് എവിടെയും ചൂണ്ടിടാൻ പോയി അവിടെ മൊത്തവും
മഷിയാക്കിയിട്ട് വരല്. ഇത് കണക്ക് ആവശ്യത്തിനുണ്ടോ ഒന്ന് രണ്ട് കൂടി. ഇനി കുറച്ച് കക്കട ഉള്ളു, ഒരു 5-6 കക്കട ഉള്ളു. അത് വിട്ട് ഞാൻ വീട്ടിൽ പോവുകയാണ്. ഇത്ര മതി. ഇത്ര മനോഹരമായി ഇനി എവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? കണ്ട ഇങ്ങനെ എണ്ണത്തിനെ പിടിച്ചിട്ട് പൊരിച്ച് റേഷൻ അരി ഇതൊക്കെ പൊരിച്ച് അറിഞ്ഞ് തിന്നും. പൊരിച്ച് വയ്ക്കുന്ന കാണിച്ചു തരാം. 4ാമത്തെ പിടിച്ചേട്ടാ. വേണ്ട, 4ാമത്തെ കയറി. ഒരു ചൂണ്ട കുരുങ്ങ പിന്നെ പോകില്ല, നമുക്ക് ഫ്രീ ആയിട്ട് പിടിക്കാന്നുള്ളു. ചെറുതാണ്, കുഴപ്പമില്ല. 4ാമത്തത് ചെറുതാണ്, കുഴപ്പമില്ല. ഹായ് കൂട്ടുകാരെ, ഹായ്. എനിക്കിപ്പോൾ എൻ്റെ കായൽ തന്നേക്കണത് 4 മീനാണ് തന്നേക്കണത്. 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. എന്താ എൻ്റെ കായലിപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം തന്നേക്കണ 4 മീനാണ്. ഇത് മതി. ഇതുകൊണ്ടുപോയി ഞാൻ പൊരിച്ച് തിന്നും. ഈ മൊത്തം മീനെ പിടിക്കണമെന്നില്ല. ഇത് എനിക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ? ഈ 4 മീന് ഞാൻ വീട്ടിൽ ഇരുന്ന കാര്യങ്ങൾ നടക്കുമായിരുന്ന. നിങ്ങൾ ഇത് കണക്കൊക്കെ പോകണം. നിങ്ങളെ അടുത്തുള്ള തോട്ടിലും പോയി മീനൊക്കെ പിടിച്ച് ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ അടിച്ച് പൊളിക്കുക. 4 മീന് വീട്ടിൽ കൊണ്ട് അമ്മരെ കൊടുക്കും. മക്കിടിലായിട്ട് പിടിച്ച് തരും. പൊരിച്ച് തിന്നിട്ട് ചൂണ്ട പൊരിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, തിന്നുന്നത് കാണിച്ചു തരാം. അപ്പം ടാറ്റ എൻ്റെ കൂട്ടുകാർക്ക്. ഇനി അടുത്ത വീഡിയോ ഞാൻ വരും. ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ കക്ക പറഞ്ഞ സീസൺ ആയപ്പോൾ കക്ക വാരി കൂട്ടാം. മീനിൻ്റെ സീസണിൽ മീൻ കൂട്ടാം. അങ്ങനെയാണ്. രാവിലെ ഇറങ്ങിയാൽ നമുക്ക് വൈകിട്ട് അപ്പോൾ കൊയ്തുകൊണ്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാം. ടാറ്റാ. ഹായ്. കണ്ട കിഴങ്ങും നമ്മ പൊരിച്ചിട്ട തേടും ഇങ്ങനെ എടുക്കണം, പൂരം വയ്ക്കണം. അല്ലെങ്കിൽ കൊടുക്കണം. 4 മതി. കിഴങ്ങ് ഇങ്ങനെ എടുക്കണം, ഇതിനെത്തി എടുക്കണം. ഇതിനെത്തി എടുക്കണം. ഇങ്ങനെ 3 പറ്റിയിട്ട് 1 അതിൻ്റെ അകത്തുണ്ട്. കാത്തിരിക്കുന്നുണ്ട്. സൂപ്പർ. തേടിങ്ങനെ എടുക്കണം. ഈ കിഴങ്ങിനോട്ട് വയ്ക്കണം. ഒന്ന് കിടക്കണം, ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ എടുക്കണം. കൈവിട്ട് പാപ്പൻ കൈവിട്ട് ചോറ് മാമല്ല മാമ പറഞ്ഞു എനിക്കുണ്ട്. ഇത്രയേ ഉള്ളു. 4 മതി. നമ്മൾ ആ കായലുള്ള മൊത്തം മീൻ പോയി നമ്മൾ അതിനൊക്കെ ആസ്വദിച്ച് തിന്നുക. നമുക്ക് നല്ല തരൂല. എന്ത് രുചി, വേറെ ലെവലാണ്.
നമുക്ക് കൊടുക്കാം. പിന്നെ എടുക്കുക, അതിനൊരു കിഴങ്ങെടുക്കുക, ഇങ്ങനെ വയ്ക്കുക. അല്ലേ, നീ ചൂണ്ടിടാൻ പോ. നീ നല്ല ചൂണ്ടിട്ട കാരണല്ലേ. എന്തിരിപ്പില്ല.